3 പതിറ്റാണ്ടിനു മുൻപ് ഒരുമിച്ച് പഠിച്ചിരുന്നവർ ഒത്തുചേർന്ന് ഇഫ്താർ സംഗമം നടത്തിയത് ശ്രദ്ധേയമായി. കായംകുളം MSM കോളേജിലെ 1990-92 പ്രീ ഡിഗ്രി ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സ്നേഹതീരം എന്ന തങ്ങളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റമദാൻ നിലാവ് എന്ന പേരിൽ ഇഫ്താർ സ്നേഹസംഗമം നടത്തിയത്. 35 വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് പഠിച്ചിരുന്നവർ ഒത്തുചേർന്ന് ഇഫ്താർ സംഗമം നടത്തിയത് ശ്രദ്ധേയം. കായംകുളം MSM കോളേജിലെ 1990-1992 പ്രീ ഡിഗ്രി ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സ്നേഹതീരമെന്ന തങ്ങളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റമദാൻ നിലാവ് എന്ന പേരിൽ ഇഫ്താർ സ്നേഹസംഗമം നടത്തിയത്. ഓച്ചിറ ഏഷ്യൻ കാഫേ ഹാളിൽ നടത്തിയ സംഗമത്തിൽ സാജിദ് നിസാമി ഇടുക്കി ഇഫ്താർ സന്ദേശം നൽകി. അച്ഛനോടും അമ്മയോടും ഇത്രയും സ്നേഹം ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളതിന്റെ കാരണം കുട്ടി പറഞ്ഞത്, എൻ്റെ അച്ഛൻ്റെ അമ്മയോട്, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയോട് കാണിക്കുന്ന സ്നേഹവും ആ അമ്മ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ കുട്ടിയുടെ അച്ഛനില്ല. ഇത് കണ്ടു വളർന്നിട്ട് ഈ കുട്ടിക്ക് അമിതമായ സ്നേഹം അച്ഛനോടും അമ്മയോടും ഉണ്ടത്രേ. അപ്പൊ അത് കണ്ടിട്ട് എന്താണ്, ഈ കുട്ടിക്ക് അച്ഛനോടും അമ്മയോടും വിട്ടുപിരിയുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്ര. MSM കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് താഹ, മലയാളം വിഭാഗം മുൻ മേധാവി ഡോക്ടർ P. പത്മകുമാർ, റിട്ടയർഡ് പ്രൊഫസർ R. രാധാകൃഷ്ണകുറുപ്പ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഒരു വല്ലാത്ത കെട്ടകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യ മനസ്സുകളെ മലീമസമാക്കിയിട്ട് ആയുധപുരകളാക്കി മാറ്റുന്ന ചില വ്യക്തി താല്പര്യങ്ങളുടെ കീഴിൽ അവരുടെ റിമോട്ടിൽ കളിക്കുന്ന വെറും പാവകളായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം ഏതാണ്, കള്ളമേതാണ്? സത്യം പറയുന്നത് ആരാണ്, കള്ളം പറയുന്നവരാണ്? അറിയാമോ? ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു മണ്ണി നിലവ് കൊണ്ട് നമ്മളെ തിരിക്കാനും വാളെടുക്കാനും പ്രേരിപ്പിക്കുന്ന മനസ്സ്, ഞാൻ പറഞ്ഞ പോലെ ആവർത്തിക്കട്ടെ, മലീമസമായി യേശുദാസ് പാടിയ പോലെ, വയലാർ എഴുതിയ പോലെ 1000 മാനവ ഹൃദയങ്ങൾ ആയുധപുരകളാക്കുന്ന ഒരു കെട്ടകാലത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്ക് ഒരുപാട് ഓരോ കുസൃതികൾക്കും ഞങ്ങളൊക്കെ കൂട്ടായിട്ട് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കും അതൊരു സന്തോഷം പറയുന്ന കാര്യമാണ്. ആ സന്തോഷം വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ വരും സുഹൃത്തുക്കളൊക്കെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ വീട്ടിൽ വെച്ചൊരു സംഗമം വേണം എന്ന് അവരൊരു ആഗ്രഹം. ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയാണ്. സ്നേഹതീരം കൂട്ടായ്മ പ്രസിഡന്റ് റസിയ സലീം അധ്യക്ഷയായി. സെക്രട്ടറി മനു രാമചന്ദ്രൻ സ്വാഗതവും ട്രഷറർ R. ബിനീഷ് നന്ദിയും പറഞ്ഞു. സ്നേഹതീരം കൂട്ടായ്മ പുറത്തിറക്കാൻ പോകുന്ന സുവനീറിന്റെ പേരായ സ്മൃതിമഴ ഡോക്ടർ പത്മകുമാർ പ്രഖ്യാപിച്ചു. പേര് നിർദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പത്മകുമാർ ജൂറിയായി കൂട്ടായ്മ അംഗങ്ങൾക്കിടയിൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും അംഗമായ രാജേഷ് ബാബു നിർദ്ദേശിച്ച പേരായ സ്മൃതിമഴ തെരഞ്ഞെടുക്കുകയായിരുന്നു. 160ഓളം അംഗങ്ങൾ ഇപ്പോൾ ഇതിലുണ്ട്. നമ്മൾ ഇത് ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ട്. സംഗമം മാത്രമല്ല, കഴിഞ്ഞ തവണ ഞങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു, ഓണം ആഘോഷിച്ചു, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിച്ചു. ഈ ആഘോഷങ്ങൾ മാത്രമല്ല, ഞങ്ങൾ വളരെ സമൂഹത്തിന് ഗുണപരമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കും. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായം നൽകും, ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകും. അങ്ങനെ സമൂഹത്തിന് ഗുണപ്രദമായ, ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഗുണപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ 2 വർഷത്തിനുള്ളിൽ, 2 വർഷമായി ഞങ്ങൾ സംഘടന ഉപയോഗിക്കും. ഈ 2 വർഷത്തിനുള്ളിൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. CDNet ന്യൂസ് കായംകുളം.